ഭഗവാൻ വിഷ്ണുവിൻ്റെ എട്ടാമത്തെ അവതാരവും ദേവകി വസുദേവന്മാരുടെ പുത്രനും യശോദ നന്ദനന്മാരുടെ വളർത്തുപുത്രനുമായ ശ്രീകൃഷ്ണൻ 16 കലകൾ ചേർന്ന പൂർണ്ണ അവതാരം എന്ന പോലെ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു. അനേകം അസുരരെ വധിച്ച് ഗോകുലവാസികളെ ഇന്ദ്രകോപത്തിൽ നിന്ന് രക്ഷിക്കാനായി ഗോവർദ്ധനധാരിയായ സുദാമാവിൻ്റെ പ്രിയ സുഹൃത്തായ യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ അഗ്രാസന പൂജ സ്വീകരിച്ച, അതേപോലെ തന്നെ അവിടെ എത്തിച്ചേർന്ന ബ്രാഹ്മണരുടെ കാല് കഴുകിയും ഭക്ഷണശാലയിൽ എച്ചിൽ ഇലയെടുക്കുന്നതിനും ഒരേ ഉത്സാഹത്തോടെ തന്നെ നിന്ന മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവർക്ക് വിജയം നേടിക്കൊടുത്ത ധർമ്മ സംസ്ഥാപകനും കർമ്മയോഗിയുമായ ഗീതോപദേശം ചെയ്ത യദുവംശത്തിൻ്റെ അധപ്പതനം കണ്ട് സ്വന്തം വംശമാണെങ്കിലും അതിനെയും ഉന്മൂലനം ചെയ്ത ശ്രീകൃഷ്ണൻ ഭാഗവത പുരാണത്തിൽ മാത്രമല്ല മഹാകാവ്യമായ മഹാഭാരതത്തിൻ്റെയും നായകൻ തന്നെയാണ്. ഭാരതീയ ഭാഷകളുടെയെല്ലാം സാഹിത്യം കൃഷ്ണകഥകളാൽ നിറഞ്ഞു നിൽക്കുന്നു. ശ്രീകൃഷ്ണൻ്റെ ജനനത്തിന് മുൻപ് തന്നെ വൃഷ്ണി അന്തക വംശങ്ങൾ ചേർന്നതായിരുന്നു മധുര. ശ്രീകൃഷ്ണൻ്റെ മുത്തച്ഛനായ, അതായത് ദേവകൻ്റെ ജ്യേഷ്ഠൻ ഉഗ്രസേനനാണ് ഈ 2 നാട്ടുരാജ്യങ്ങളും ഭരിച്ചിരുന്നത്. പിന്നീട് കൃഷ്ണൻ്റെ മാതുലനായ കംസൻ ഈ 2 നാട്ടുരാജ്യങ്ങൾ തൻ്റെ ഏകാധിപത്യത്തിലാക്കി. കംസവധം ചെയ്ത് ശ്രീകൃഷ്ണൻ അവരെ വീണ്ടും മോചിപ്പിക്കുകയും ചെയ്തു. കംസൻ്റെ ഭാര്യാപിതാവ് ജരാസന്ധൻ ശ്രീകൃഷ്ണനോട് പ്രതികാരം ചെയ്യാനായി പരസഹായം നേടിയപ്പോൾ അവരെയെല്ലാം വധിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ ഇത് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാനായി അവിടെ നിന്ന് വീണ്ടും അന്തക വൃഷ്ണി വംശങ്ങളെ ദ്വാരകയിലേക്ക് മാറ്റി. പിന്നീട് ജരാസന്ധനെ യുക്തിപൂർവവും ഭീമൻ്റെ കൈകൊണ്ട് വധിക്കുകയും ചെയ്തു. അങ്ങനെ അവതാര ലക്ഷ്യം നിറവേറ്റിയ ശ്രീകൃഷ്ണ ഭഗവാൻ കുരുവംശത്തിലെയും യദുവംശത്തിലെയും അധർമ്മികളെ നശിപ്പിച്ച് അവതാരോദ്ദേശം നിർവഹിച്ചു കഴിഞ്ഞ ശ്രീകൃഷ്ണൻ ബലരാമനെ കാര്യങ്ങൾ ഗ്രഹിപ്പിച്ച് ശംഖ് ചക്രഗദ പത്മധാരിയായി യോഗസ്ഥനായിരുന്നു. അപ്പോഴാണ് ജലൻ എന്ന വേടൻ മുസലത്തിൻ്റെ അവശിഷ്ടം കൊണ്ടുണ്ടാക്കിയ അമ്പുമായി മൃഗങ്ങളെ തേടി എത്തി. ദൂരെ നിന്ന് പച്ചിലക്കമ്പുകൾക്കിടയിലൂടെ നോക്കിയപ്പോൾ ഭഗവാന്റെ ചെന്തളിർ പദം കണ്ട് ഒരു കൃഷ്ണമൃഗമാണെന്ന് ധരിച്ച് ആ വേടൻ അതിനെ ലക്ഷ്യമായി അമ്പ് തൊടുത്തുവിട്ടു. മൃഗത്തെ പിടിക്കാൻ അവൻ ഓടി അടുത്തു വന്നപ്പോൾ 4 തൃക്കൈകളോടുകൂടി യോഗസ്ഥനായിരിക്കുന്ന ഭഗവാനെയാണ് കണ്ടത്. തൃപ്പാദത്തിൽ അമ്പു തറച്ചിട്ടുണ്ടെങ്കിലും ശാന്തമായ മുഖഭാവത്തോടെ പ്രഭാപ്രസരം പൊഴിച്ചിരിക്കുന്ന ഭഗവത് പാദങ്ങളിൽ വീണ് ഉറക്കെ കരഞ്ഞുകൊണ്ട് വേടൻ മാപ്പ് അപേക്ഷിച്ചു. ഒട്ടും ഭയപ്പെടേണ്ട, നീ ധന്യനാണ്. ഞാൻ തന്നെയാണ് നിന്നെക്കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത്. നിനക്ക് സായുജ്യ പദം ലഭിക്കും. ഞാനും ഈ ലോകം വെടിയുകയാണ്. ഇതും പറഞ്ഞ് ധ്യാനനിരതനായിരുന്ന ഭഗവാന്റെ ശരീരം യോഗാഗ്നിയിൽ ദഹിച്ച് സുദർശന ചക്രപ്രഭയിൽ ലയിച്ച് ദിക്കെങ്ങും പ്രകാശം പരത്തി. അങ്ങനെ അദ്ദേഹം സ്വർഗാരോഹണം പൂണ്ടു. ശേഷം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാര്യമാരിൽ സത്യഭാമ ഒഴികെ ബാക്കി 7 പേരും അഗ്നിയിൽ ചാടി ആത്മാഹുതി ചെയ്തു. കൂടാതെ സത്യഭാമാദേവി തപസ്സു ചെയ്യാനായി ആരണ്യം പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ദ്വാരക കടലിൽ നാമാവിശേഷമായി.